ഹരികൃപ എന്ന ചാനലിൻ്റെ ജ്യോതിഷ പാഠ്യ പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ പാദത്തിൽ നമ്മൾ നവഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, കൂടാതെ രാഹുകേതുക്കളും ഗുളികനും. പിന്നീട് 12 രാശികളെക്കുറിച്ചും പഠിച്ചു. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിവയാണ്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 27 നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ആ 27 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. ഇത് പ്രജാപതിയുടെ മക്കളായ 27 കന്യകമാരാണ് എന്നും അവരെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു എന്നും പറയപ്പെടുന്നു. അതിൽ രോഹിണിയോട് ചന്ദ്രന് ഒരല്പം താല്പര്യം കൂടുതലാണ് എന്നും പറയപ്പെടുന്നു. ഈ 27 നക്ഷത്രങ്ങൾ 12 രാശികളിലായി ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാശിയിലും 2.25 നക്ഷത്രം വീതം വരും. അതിനെയാണ് നമ്മൾ കൂറ് എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ ഏതു ഭാഗത്താണ് നിൽക്കുന്നത് എന്നനുസരിച്ചാണ് നമ്മുടെ കൂറ് വരുന്നത്. ഇത്രയും പഠിച്ചാൽ രണ്ടാമത്തെ പാഠം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം കൃത്യമായ ഒരു പുസ്തകത്തിൽ നിങ്ങൾ തന്നെ എഴുതി വയ്ക്കേണ്ടതാണ്. കാരണം എങ്കിലേ അത് മനഃപ്പാഠമാക്കാൻ സാധിക്കുകയുള്ളൂ.